10ാം ക്ലാസ് പാസ്സായവർക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ച അവസരങ്ങളിൽ ഒന്നാണ് SSC MTS റിക്രൂട്ട്മെന്റ്. ഈ വീഡിയോയിൽ SSC MTS എന്താണ്, ആരൊക്കെ അപേക്ഷിക്കാം, ശമ്പളം എത്രയാണ്, തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, പരീക്ഷയിൽ എന്തൊക്കെ വരും തുടങ്ങിയ എല്ലാ പ്രധാന വിവരങ്ങളും നോക്കാം. SSC എന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യയിലെ വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലേക്കും ഓഫീസുകളിലേക്കും ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനമാണിത്. MTS എന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നാണ്. ക്വാളിഫിക്കേഷൻ നോക്കാം. SSC MTSലേക്ക് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അംഗീകൃത ബോർഡിൽ നിന്ന് SSLC അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഉണ്ടായാൽ അപേക്ഷിക്കാം. പോസ്റ്റ് അനുസരിച്ച് സാധാരണയായി 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും ചില പോസ്റ്റുകൾക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയും പ്രായപരിധിയുണ്ട്. SC ST OBC PWBD തുടങ്ങിയ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരം വയസ്സ് ഇളവും ലഭിക്കും. SSC MTS ജീവനക്കാർക്ക് പേ ലെവൽ 1 പ്രകാരമാണ് ശമ്പളം. ബേസിക് പേ 18,000 മുതൽ ആരംഭിക്കും. കൂടാതെ DA, HRA, TA തുടങ്ങിയ അലവൻസുകളും ലഭിക്കും. പോസ്റ്റിംഗ് ലൊക്കേഷൻ അനുസരിച്ച് മാസ ശമ്പളത്തിൽ വ്യത്യാസമുണ്ടാകും. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രധാനമായും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT വഴിയാണ്. ഹവൽദാർ പോസ്റ്റിന് അപേക്ഷിക്കുന്നവർക്ക് PET, PST എന്നിവയും ഉണ്ടാകും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തി നിയമനം നൽകും. എക്സാം പാറ്റേൺ പരീക്ഷയിൽ സാധാരണയായി 4 വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത്: റീസണിംഗ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ്. ഈ വിഷയങ്ങൾ നന്നായി തയ്യാറാക്കിയാൽ പരീക്ഷയിൽ മികച്ച മാർക്ക് നേടാൻ കഴിയും. ജോലി എന്താണ്? SSC MTS ജീവനക്കാർ വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ ഫയൽ കൈകാര്യം ചെയ്യൽ, ഓഫീസ് സഹായ ജോലികൾ, രേഖകൾ ക്രമീകരിക്കൽ തുടങ്ങിയ ജോലികളാണ് ചെയ്യുന്നത്. ഇതൊരു സ്ഥിരമായ കേന്ദ്ര സർക്കാർ ജോലിയാണ്. പ്രൊമോഷൻ അവസരങ്ങളും ലഭ്യമാണ്. SSC MTS 2026 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയാൽ അപേക്ഷ ആരംഭിക്കുന്ന തീയതി, അവസാന തീയതി, പരീക്ഷാ തീയതി എന്നിവ ഔദ്യോഗികമായി അറിയിക്കും. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിർബന്ധമായും പരിശോധിക്കുക. 10ാം ക്ലാസ് പാസ്സായവർ കേന്ദ്ര സർക്കാർ ജോലി ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ SSC MTS റിക്രൂട്ട്മെന്റ് 2026 മികച്ചൊരു അവസരമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ ജോലി അപ്ഡേറ്റുകൾ ദിവസവും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു സർക്കാർ ജോലി അപ്ഡേറ്റുമായി വീണ്ടും കാണാം.